യു.എ എന്ന രണ്ടക്ഷരത്തിൽ സമൂഹമാകെ നിറഞ്ഞു നിൽക്കുന്ന യു.എ. ഖാദർക്ക നമ്മോട് വിട പറഞ്ഞിട്ട് നാളുകൾ കുറച്ചായെങ്കിലും സാമൂഹ്യ സാംസ്കാരിക മനസ്സുകളിൽ ഇന്നും നറുചിരിയോടെ നിറം മങ്ങാതെ അദ്ദേഹമുണ്ട് എന്നത് ഖാദർക്കയിലൂടെ സഞ്ചാരപാത തീർത്തുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മലയാളി അല്ലാതിരുന്നിട്ടും അദ്ദേഹം മലയാളത്തിലെ ശ്രദ്ധേയനായ എഴുത്തുകാരനായി മാറി. അവഹേളനവും അകറ്റി നിർത്തലും ആവോളം അകം പൊള്ളിച്ചിട്ടും പതറാതെ പരിഭവങ്ങളൊട്ടുമേയില്ലാതെ എല്ലാം പേനത്തുമ്പിലൂടെ അക്ഷരമുത്തുകളാക്കി മാറ്റി സമൂഹത്തിന് പ്രകാശമായി മാറാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഖാദർക്കയുടെ ഒട്ടുമിക്ക പുസ്തകങ്ങളും കഥ, നോവൽ, നോവലറ്റുകൾ എന്നിവയ്ക്കപ്പുറം സമൂഹത്തിന് മുമ്പിലേക്കുള്ള തുറന്ന പാഠപുസ്തകങ്ങൾ കൂടിയാണ്. ഇന്നത്തെ മ്യാൻമറിലെ ഐരാവതി നദിക്കരയിൽ മലയാളിയായ പിതാവിനു ജനനം. ജന്മം കഴിഞ്ഞ് 3-ാം നാൾ മാതാവ് വിട പറഞ്ഞു. തണലേകാനോ തടവാനോ ആരോരുമില്ലാതെ അവജ്ഞയുടെ കയ്പ് ആവോളം ഭുജിച്ച് ബാല്യകാലം. അങ്ങനെ 6-7 വർഷക്കാലം അനാഥത്വത്തിൻ്റെ തീച്ചൂളയിൽ വളർന്ന യു.എ. ഖാദർക്ക പിന്നെ കൊയിലാണ്ടിയിലെത്തുന്നു. ഭാഷ അറിയില്ല, ദേശം അറിയില്ല, നാടും നടപ്പ് രീതികളും ഒട്ടുമേ അറിയില്ല. എന്തിനേറെ നേപ്പാളി മുഖച്ഛായ കൂടിയായപ്പോൾ പരിഹാസത്തിൻ്റെ കത്തിയേറ് ആവോളം തുളച്ചു കയറി. പലപ്പോഴും നേപ്പാളിയെന്ന് വിളിച്ച് സ്വന്തക്കാരും പുച്ഛിച്ചു. അവജ്ഞയുടെ കയ്പും പേറി വീട്ടുവരാന്തയിൽ അന്തി ഉറങ്ങേണ്ട ഗതികേട് വരെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും എല്ലാറ്റിനെയും കരുത്തുറ്റ മനസ്സോടെ നേരിടാനും കിടന്നു കരിയാതെ പടർന്നു കയറാനാണ് ഖാദർക്ക ശ്രമിച്ചത്. ആരും പ്രോത്സാഹിപ്പിക്കാനില്ലാഞ്ഞിട്ടും ആശ്വസിപ്പിക്കാൻ എത്താഞ്ഞിട്ടും ആ മനസ്സ് പൊള്ളിയില്ല. മറിച്ച് തൻ്റെ ജന്മസിദ്ധമായ സർഗവാസന പാകം ചെയ്തെടുക്കാനുള്ള വഴികളൊരുക്കാനാണ് ശ്രമിച്ചത്. കൊയിലാണ്ടി പരിസരത്തെ കാവും തെയ്യവുമൊക്കെയാണ് അതിന് നനവും വളവും തണലും ഏകിയത്. ചുറ്റുപാടുകൾ നിരീക്ഷിക്കുക, അതിലെ സന്ദേശങ്ങൾ ഒപ്പിയെടുക്കുക എന്നതൻ്റെ ജന്മശീലം അദ്ദേഹം നന്നായി തന്നെ ഉപയോഗപ്പെടുത്തി. തൃക്കോട്ടൂർ കഥകൾ, ചന്തയിൽ ചൂടി വിൽക്കുന്ന പെണ്ണ് എന്നിത്യാദി ഒട്ടേറെ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ പേനത്തുമ്പിലൂടെ വാർന്നൊഴുകി സമൂഹ മനസ്സുകൾക്ക് അനിർവചനീയമായ പ്രകാശമായി മാറിയിട്ടുണ്ട്. ഒപ്പം സമൂഹത്തിലെ ക്രൂരതകൾക്കെതിരെയുള്ള പടവാളുമായിട്ടുണ്ട്. ചന്തയിൽ ചൂടി വിൽക്കുന്ന പെണ്ണ് എന്ന നോവലറ്റ് തന്നെ കേമമായൊരു ഉദാഹരണമാണ്. നാട്ടുമാടമ്പിമാരുടെ തോന്നിയാസങ്ങൾക്കെതിരെ നാവു ചലിപ്പിച്ചതിൻ്റെ പേരിൽ നഷ്ടമായ തൻ്റെ കുടുംബം, അതിലൂടെ മനസ്സിൽ ആളിക്കത്തിയ പ്രതികാരാഗ്നി, ആ അഗ്നി മാടമ്പിയുടെ മോനോടുള്ള പ്രേമനാടകമായിട്ടാണ് പരിവർത്തിക്കപ്പെട്ടത്. ഒടുവിൽ ദുരന്തത്തിൻ്റെ തീച്ചൂളയിൽ മാടമ്പിയുടെ മകൻ പൊള്ളിപ്പുകയുന്നത് കണ്ടപ്പോൾ പാവം യുവതിക്ക് മനസ്സിലെന്തോ ഒരാശ്വാസം. ഇത്തരമൊരാശയം, അതിൻ്റെ അവതരണ രീതിയും ഖാദർക്കയെ ശക്തനായൊരു പോരാളി മനസ്സിനെയാണ് വരച്ചു കാട്ടുന്നത്. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി, ആകാശവാണി ഉദ്യോഗസ്ഥൻ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യം, അങ്ങനെ വിഭിന്ന മേഖലകളിലൂടെ സമൂഹ മനസ്സിൽ ഒരുപാട് മുദ്രകൾ ചാർത്തിയാണ് ഖാദർക്കയുടെ യാത്രാമൊഴി. ഇഹലോകത്തു നിന്നും അദ്ദേഹം വിടവാങ്ങിയെങ്കിലും ഇടപഴകിയ ഇടങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇന്നും സജീവമാണ്. സമൂഹത്തിലെ വെട്ടമായി, അന്യായങ്ങൾക്കെതിരെ അഗ്നിയായി ഇന്നും ഖാദർക്ക നമുക്കിടയിൽ തന്നെയുണ്ട്. നന്മ ആശിക്കുന്ന ഓരോ മനസ്സിലുമുണ്ട്. നമുക്ക് ആ മനസ്സിനെ ആദരിക്കാം. അദ്ദേഹം കാണിച്ച മാനുഷികതയുടെ വഴികളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യാം. അങ്ങനെ ആ മഹാപ്രതിഭയുടെ ഓർമ്മകളെ സമൂഹ മനസ്സുകളിൽ നമുക്ക് ജ്വലിപ്പിച്ചു നിർത്തുകയും ചെയ്യാം.